സക്കാത്തുൽ ഫിത്തറിൻ്റെ വിധിവിലക്കുകളും അതിൻ്റെ പ്രാധാന്യവും എന്താണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. സക്കാത്തുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഫിത്തറിൻ്റെ സക്കാത്ത്. ഇവിടെ അൽ ഫിത്തർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാൻ കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്നതിനും ഒരു ദിവസത്തെ നോമ്പ് തുറക്കുന്നതിനും ഫിത്തർ എന്ന് പറയും, റമദാൻ അവസാനിക്കുന്നതിനും ഫിത്തർ എന്ന് പറയും. അപ്പോൾ ഇവിടെ സക്കാത്തുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ റമദാൻ അവസാനിച്ച് കഴിഞ്ഞാൽ, ശവ്വാൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നൽകേണ്ടുന്ന സക്കാത്ത്, അതിനാണ് സക്കാത്തുൽ ഫിത്തർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ വിധി? സക്കാത്തുൽ ഫിത്തർ നൽകൽ, അതിൻ്റെ വിധി എന്താണ്? അത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്രി. സകാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കിയിരിക്കുന്നു. അവിടെ ഫറദ എന്ന വേർഡാണ് ഉപയോഗിച്ചത്. അഥവാ ഇത് ഫർളാണ്, വാജിബാണ്, നിർബന്ധമാണ്, സുന്നത്തല്ല. മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാ ഈ വിഷയത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി ഇത് ഫർളാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ആരുടെ മേലാണ് ഇത് നിർബന്ധമായി തീരുന്നത് എന്നാണ്. അവിടെ നമുക്ക് ഹദീസിൽ വ്യക്തമായി കാണാൻ സാധിക്കും, സക്കാത്തുൽ ഫിത്തർ മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാവരുടെ മേലും നിർബന്ധമാണ്, എല്ലാവരുടെ മേലും ബാധ്യതയാണ്. അതിനുള്ള തെളിവാണ് നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് ഫിത്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്തർ നിർബന്ധമാക്കി. സാഅൻ മിൻ തംരിൻ ഔ സാഅൻ മിൻ ഷഈരിൻ, ഈത്തപ്പഴത്തിൽ നിന്നോ ഗോതമ്പിൽ നിന്നോ ബാർലിയിൽ നിന്നോ ഒരു സാഅ്. ഇനി ആരുടെ മേൽ? അലൽ ആബ്ദി, അടിമയുടെ മേൽ, വൽ ഹുരി, സ്വതന്ത്രനായ ആളുടെ മേലും. അപ്പോൾ അടിമയും നൽകണം, സ്വതന്ത്രനും നൽകണം. വസ്സക്കരി വൽ ഉൻസ, സ്ത്രീയുടെ മേലും പുരുഷൻ്റെ മേലും നിർബന്ധമാണ്. വസ്സഗീരി വൽ കബീർ, ചെറിയവരുടെ മേലും വലിയവരുടെ മേലും നിർബന്ധമാണ്. മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട. അപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചെറിയവരും വലിയവരും ഒക്കെ നൽകണം, സ്ത്രീകളും പുരുഷന്മാരും നൽകണം, സ്വതന്ത്രനും അടിമയും നൽകണം. അപ്പോൾ എല്ലാവരുടെ മേലും ഇതെന്താണ്? നിർബന്ധ ബാധ്യതയാണ്. അവർ കഴിവുണ്ടെങ്കിൽ, കാരണം ഇത് നൽകേണ്ടത് പാവപ്പെട്ടവർക്കാണ്, പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കഴിവുള്ള ഏതൊരാളും അന്നന്നത്തെ ചെലവിനുണ്ട് എന്നിട്ട് മിച്ചം വരുന്ന ഏതൊരാളും നൽകേണ്ടതാണ്. എന്നാൽ ചെറിയ കുട്ടികൾക്ക് നൽകാൻ കഴിയുമോ? ഇല്ല. പ്രായപൂർത്തിയാവാത്ത, സ്വന്തം വരുമാനമില്ലാത്ത ചെറിയ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഉപ്പയാണ് നൽകേണ്ടത്. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി അവളുടെ കയ്യിൽ പണമില്ലെങ്കിൽ അതും ഭർത്താവ് തന്നെയാണ് നൽകേണ്ടത്. അതേപോലെ തന്നെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യവും നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരൊക്കെ അതിന് കഴിവില്ലാത്തൊരു സന്ദർഭത്തിൽ അവരെ തീറ്റിപ്പോറ്റുന്ന ഉത്തരവാദിത്തം ആർക്കാണോ ആ കുടുംബനാഥൻ അവർക്ക് വേണ്ടി സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടതാണ്. അത് ജനിച്ചു വീണ കുട്ടിക്കാണെങ്കിൽ പോലും നൽകേണ്ടതാണ്. ജനിച്ചു വീണ കുട്ടിക്കാണെങ്കിൽ പോലും ഉത്തരവാദിത്തമുള്ള പിതാവോ അല്ലെങ്കിൽ ആരാണോ ചെലവിന് നൽകാൻ ബാധ്യതപ്പെട്ടത് അവർക്ക് വേണ്ടി ആ സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടതാണ്. ചുരുക്കത്തിൽ എല്ലാവരുടെ മേലും ബാധ്യതയാക്കിയിട്ടുണ്ട് ഇസ്ലാം സക്കാത്തുൽ ഫിത്ർ. എന്നാൽ കഴിവില്ലാത്ത പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് ആ ബാധ്യത നീങ്ങിപ്പോകുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഹിക്മത്ത്, അഥവാ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സക്കാത്തുൽ ഫിത്ർ നൽകുന്നത്? ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്ർ, അല്ലാഹുവിൻ്റെ റസൂൽ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. തുഹറതൻ ലിസ്സായിമി, നോമ്പുകാരനെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. മിനൽ ലഗ്വി വറഫസ്, മോശമായ അനാവശ്യമായ വർത്തമാനങ്ങളും മറ്റു തെറ്റായ കാര്യങ്ങളും റമളാനിൽ പകലിൽ നോമ്പുകാരനായിരിക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലക്കും ആ നിലക്ക് ആ വ്യക്തിയെ ശുദ്ധീകരിക്കുക എന്നുള്ള നിലക്കുമാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ സക്കാത്തുൽ ഫിത്റിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് നോമ്പുകാരനിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള അനാവശ്യമായ അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അതിനൊരു പരിഹാരമാണ്. അങ്ങനെ അയാളുടെ നോമ്പിനെ അത് ശുദ്ധീകരിക്കുന്നതാണ്. രണ്ടാമത്തത് വതുഅമതൻ ലിൽ മസാക്കീൻ,
മിസ്കീനുകളായ പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് അന്നേ ദിവസം ആരും പട്ടിണി കിടക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ദിവസമാണത്. അന്ന് പാവപ്പെട്ടവനും പണക്കാരനും അന്ന് ഒരുപോലെയായിത്തീരണം. രണ്ടു കൂട്ടർക്കും സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാമുള്ള ഒരു അവസരമൊന്നുണ്ടാകണം. അപ്പോൾ പാവങ്ങളായ ആളുകൾക്കുള്ള ഒരു ഭക്ഷണം എന്നുള്ള നിലക്കും നോമ്പുകാരൻ്റെ അബദ്ധങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു ശുദ്ധീകരണം എന്നുള്ള നിലക്കുമാണ് സക്കാത്തുൽ ഫിത്തറിനെ അള്ളാഹു നിശ്ചയിച്ചത്. അതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ സക്കാത്തുൽ ഫിത്തർ ആർക്കാണ് നൽകേണ്ടത്? അതിവിടെ പറഞ്ഞ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരൊറ്റ ടീമിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വതുഅമതൻ ലിൽ മസാക്കിൻ, പാവങ്ങളായ ആളുകൾക്ക്. അപ്പോൾ പാവങ്ങളായ അവരിൽ ഫക്കീറുകളും ഉൾപ്പെടും. കാരണം പാവങ്ങളെക്കാൾ താഴെയാണ് ഫക്കീറുകൾ. അപ്പോൾ പരമദരിദ്രരായ പാവങ്ങളായ ആളുകൾക്കാണിത് കൊടുക്കേണ്ടത്. അതല്ലാത്ത മറ്റാർക്കും കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതേ സന്ദർഭത്തിൽ ചിലർ ചോദിക്കാറുണ്ട്, കുടുംബാംഗങ്ങൾക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുക്കാമോ? നിങ്ങൾ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ളവരല്ലാത്തവർക്കൊക്കെ കൊടുക്കാം. ഉദാഹരണത്തിന് മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കാനൊക്കെ വരുമാനമുള്ള മക്കൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ മാതാപിതാക്കൾക്കോ സ്വന്തം മക്കൾക്കോ ഭാര്യക്കോ കൊടുക്കാൻ പാടില്ല. എന്നാൽ കുടുംബബന്ധമുള്ള സഹോദരന് കൊടുക്കാം, സഹോദരിക്ക് കൊടുക്കാം, മറ്റു കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകൾക്ക് സക്കാത്തുൽ ഫിത്ർ നൽകാവുന്നതാണ്. അവർ മിസ്കീനുകളാണെങ്കിൽ അവരാരായിരിക്കണം? മിസ്കീനുകളായിരിക്കണം, പാവപ്പെട്ടവരായിരിക്കണം. ഇവിടെ ഒരൊറ്റ ജിൻസേ പറഞ്ഞിട്ടുള്ളൂ, പാവപ്പെട്ട ആളുകൾ, വേറെ ആരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടത് മിസ്കീനുകൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പണമുള്ളവൻ, കഴിവുള്ളവർ അവർക്കത് കൊടുക്കാൻ പാടില്ല, അവരത് വാങ്ങാനും പാടില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇനി എപ്പോഴാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്? അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. സക്കാത്തുൽ ഫിത്ർ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ശവ്വാൽ മാസപ്പിറവി കാണുകയും എന്നിട്ട് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പായി ആ ഒരു രാത്രിയിലാണ് അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ഹദീസിൽ തന്നെ നമുക്ക് കാണാം, വ അമറ ബിഹാ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാഹ്. ജനങ്ങൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, ഇവിടെ സ്വലാത്തുൽ ഈദാണ് ഉദ്ദേശം, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആ രാത്രിയിൽ തന്നെ കൊടുക്കണം. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ കൊടുക്കുന്നതിന് വിരോധമില്ല. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സക്കാത്തിൽ ഫിത്രി അൻ തുഅദ്ദ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാഹ്. ജനങ്ങൾ ഈദ്ഗാഹിലേക്ക്, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി പറയുകയാണ്, താബിഈ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം യുഅദ്ദീഹ ഖബ്ല ദാലിക ബിൽ യൗമി വൽ യൗമൈൻ, പെരുന്നാൾ ദിവസത്തിൻ്റെ 1 ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ അദ്ദേഹം അത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ സ്വഹാബി അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അഫ്ളലായ സമയം ശവ്വാൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈദ് നമസ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയമാണ് ഏറ്റവും അഫ്ളലായത്. എന്നാൽ പെരുന്നാളിൻ്റെ 1 ദിവസം മുമ്പോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ അത് കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും തന്നെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അത് സക്കാത്തുൽ ഫിത്റായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും അത് നീട്ടിവെച്ചാൽ അവൻ കുറ്റക്കാരനായി തീരുകയും ചെയ്യും. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അദ്ദാഹ ഖബ്ല സ്വലാഹ്, ആരാണോ നമസ്കാരത്തിന് മുമ്പ് അഥവാ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് കൊടുക്കുന്നത്, ഫഹിയ സക്കാത്തുൻ മഖ്ബൂല, അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്ത് തന്നെയായിരിക്കും. എന്നാൽ വമൻ അദ്ദാഹ ബഅദ സ്വലാഹ്, എന്നാൽ നമസ്കാരത്തിന് ശേഷമാണത് കൊടുക്കുന്നതെങ്കിൽ ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്, അത് സദഖയിൽപ്പെട്ട ഒരു സദഖയായിട്ടേ പരിഗണിക്കുകയുള്ളൂ, കേവലം ഒരു ദാനധർമ്മമായിട്ടേ പരിഗണിക്കുകയുള്ളൂ, സക്കാത്തുൽ ഫിത്റായി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആരെങ്കിലും അതിനെ നമസ്കാരത്തിന് ശേഷം നീട്ടിവെച്ചാൽ അയാൾ കുറ്റക്കാരനായിത്തീരും. ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അവർ അത് തീരെ നൽകാതിരിക്കണമോ? വേണ്ട. ഉലമാക്കൾ പറഞ്ഞത് അവരത് നൽകട്ടെ, എന്നിട്ട് തൗബ ചെയ്യുകയും ചെയ്യട്ടെ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യുഅദ്ദീഹ, സമയം കഴിഞ്ഞാലും അത് നൽകട്ടെ, വയതൂബു ഇലല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യട്ടെ. അങ്ങനെ തൗബ ചെയ്യുകയും അത് നൽകുകയും ചെയ്താൽ അത് ഖളാ വീട്ടലായി. എന്നാൽ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി കുറ്റക്കാരനായി തീരുകയും ചെയ്യും. തുജ്സിഉ യഖ്ദീഹ ഖളാഅൻ വഅലൈഹി തൗബതു ഇലല്ലാഹ്. ഖളാ എന്നുള്ള നിലക്കത് മതിയാകും, എന്നാൽ തൗബ നിർബന്ധമാണ്. കാരണം ആ വ്യക്തി മനഃപൂർവ്വം അത് നീട്ടിവെച്ചാൽ അയാൾ കുറ്റക്കാരനായിത്തീരും. എന്നാൽ അയാൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു, അറിവില്ലാതെ പറ്റിപ്പോയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയോ മറന്നുപോവുകയോ ഒക്കെ ചെയ്തു. അത്തരം സാഹചര്യങ്ങളുണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് തന്നെ കൊടുക്കുക, അവർ കുറ്റക്കാരാവുകയില്ല. എങ്കിലും ആ ഏറ്റവും പ്രതിഫലാർഹമായ സമയം അവർ നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയപ്പെടുന്ന ആളുകൾ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുമ്പെയോ 2 ദിവസം മുമ്പെയോ അത് കൊടുത്ത് തങ്ങളുടെ ബാധ്യത നിർവഹിക്കുകയാണ് വേണ്ടത്. നമസ്കാരത്തിന് ശേഷം നൽകുമ്പോൾ അതൊരു സദഖയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇനി പരിശോധിക്കാനുള്ളത് ഈ കൊടുക്കുന്നതിൻ്റെ അളവ് എത്രയായിരിക്കണം എന്നാണ്. എത്രയായിരിക്കണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തൽ ഫിത്രി സാഅൻ മിൻ തംരിൻ ഔ സാഅൻ മിൻ ശഈർ. ഒരു സാ ആണ് നൽകേണ്ടത്. അത് ഈത്തപ്പഴമാകട്ടെ, ബാർലിയാകട്ടെ, ഗോതമ്പാകട്ടെ, എന്താവട്ടെ, ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഏകദേശം 2.5 കിലോ ആണ് അതിൻ്റെ കണക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 2.5 കിലോ ഒരു സാ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കിലോഗ്രാം. അത് ഏറ്റവും മുന്തിയതാവണമെന്നില്ല, എന്നാൽ താഴ്ന്നതാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിലുള്ള, ഒരു മുതവസ്സിത്തായ മീഡിയം ലെവലിലുള്ള അരിയാണ് നൽകേണ്ടത്. ഇനി ഓരോ നാട്ടിലും അവിടുത്തെ മുഖ്യ ആഹാരം എന്താണോ അത് അളക്കാനോ തൂക്കാനോ കഴിയുന്നതുമായിരിക്കണം. അളന്ന് നോക്കാനോ തൂക്കി നോക്കാനോ കഴിയുന്ന ഒരു നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഏകദേശം അരി ആണ് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം. അത് ഏകദേശം 2.5 കിലോ ആണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായ ആരൊക്കെയുണ്ടോ ആ ഓരോരുത്തർക്കും 2.5 വെച്ച് ആ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടതാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് തൻ്റെ കീഴിൽ 5 പേരുണ്ടെങ്കിൽ ആ 5 ആളുകളുടെയും 2.5 വെച്ച് അവർ കൊടുക്കേണ്ടതാണ്. ഇത് പണമായി കൊടുക്കരുത്. പണം നമുക്ക് കൊടുക്കാം. ആർക്ക്? അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തികളെയോ കമ്മിറ്റിയെയോ അതേപോലെയുള്ള വിഭാഗങ്ങളെയോ ഏൽപ്പിക്കാം. അവർക്ക് പണം കൊടുക്കാം. പക്ഷേ മിസ്കീനിന് കിട്ടേണ്ടത് ഭക്ഷണം തന്നെ ആയിരിക്കണമെന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതല്ലാത്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതൊന്നും പ്രബലമായ അഭിപ്രായമല്ല. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ തുഅമത്തല്ലിൽ മസാക്കീൻ, മിസ്കീനുകൾക്ക് ഭക്ഷണം എന്നുള്ള നിലക്കാണ് അത് കൊടുക്കേണ്ടത്. അത് ഭക്ഷണമായി തന്നെ കൊടുക്കണം. പണമായിട്ട് മിസ്കീനിൻ്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. എന്നാൽ ഇത് വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നമുക്ക് പണം കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ അവർ അരി വാങ്ങിയാണ് കൊടുക്കേണ്ടത്. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ മതമാണ്. മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും അതിന് ശക്തമായ പ്രേരണ നൽകുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം. പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന അടയാളമായി നിലകൊള്ളുന്ന കാര്യമാണ്. സക്കാത്ത് എന്നത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സക്കാത്തുൽ ഫിത്റും. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ അതിന് ഒരുങ്ങുകയും കൃത്യമായി തന്നെ അതിൻ്റെ അവകാശികൾക്ക് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അത് കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.